രേണുസുതി ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തേക്കാണോ? നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം രേണുസുതിയുടെ കാര്യം. രേണുസുതി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നമുക്കറിയാം 1-2 തവണ എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ കരഞ്ഞ് ബഹളം വെച്ച് മാനസിക സമ്മർദ്ദം നേരിട്ട് ബിഗ് ബോസിനോട് അപേക്ഷിച്ചതാണ്. എനിക്ക് പുറത്ത് പോകണം, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസ് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയതാണ്. ഇപ്പോൾ രേണുസുതിയുടെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, വിശ്രമിക്കുന്നു. ഈ ഒരു 3 രീതി അല്ലാതെ പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും കൊടുക്കുന്നില്ല രേണുസുതി എന്നുള്ളതാണ്. അക്ബർ ഖാൻ ഒരു വിഷയമല്ലാതെ, പിന്നീട് തലയിലുണ്ടായ ഒരു പേൻ വിഷയമല്ലാതെ, ഈ 2 വിഷയങ്ങളല്ലാതെ രേണുസുതിയുടേതായിട്ട് മറ്റൊന്നുമില്ല. ഒരു ഗെയിമിലൊന്നും ആക്റ്റീവായിട്ട് രേണുസുതിയെ കാണാൻ കഴിയുന്നില്ല. ആ രേണുസുതി ഒരു എവിക്ഷൻ പ്രക്രിയ നേരിടുമ്പോൾ എത്രത്തോളം സേഫ് ആയിരിക്കും എന്ന കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട്. കഴിഞ്ഞ തവണ രേണുസുതി അവിടെ സേഫായിരുന്ന എവിക്ഷൻ പ്രക്രിയ നേരിട്ടപ്പോൾ. അതുകൊണ്ട് തന്നെ രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രേണുസുതിയുടെ അടുത്തു നിന്നും നല്ല കണ്ടന്റുകൾ വരും എന്ന പ്രതീക്ഷയിലായിരിക്കാം രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ രേണുസുതിക്ക് അത്തരമൊരു വോട്ട് കിട്ടി സേഫ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആക്റ്റീവ് അല്ല എന്നുള്ളൊരു കാരണത്താൽ വോട്ട് കുറഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.